ഇപ്പം അതിന് കൂട്ടിയതോ കുറഞ്ഞതോ അല്ല പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ 1000 രൂപ കിട്ടിയാണെങ്കിൽ മുട്ടായിസാണ് ഇരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു. ബട്ട് നമ്മളെ ബഡ്ജറ്റ് 9000 രൂപ പറഞ്ഞാൽ 10-15 ദിവസം എടുത്തതാണ്. ഒരു കുഴപ്പമില്ല. അവരെനിക്ക് നല്ല പിള്ളേരൊക്കെ ഒളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്ര പ്രാവശ്യം വന്നാലും ഏതൊക്കെ ഫോൺ ഉണ്ടെന്നാലും ഞാൻ പ്രൂഫ് വാങ്ങിക്കും. എല്ലാവരും ചോദിക്കും കഴിഞ്ഞ പ്രാവശ്യം ഒന്നും തന്നില്ല, അത് പറ്റൂല. ഗൈസ്, ഐഫോൺ എടുക്കാമോ? ഐഫോണിനെ കൊണ്ട് എന്താണ് വല്ല അഭിപ്രായം ഉണ്ടോ? ഐഫോൺ എടുക്കുന്നതിൽ എങ്ങനെയാണ്? എൻ്റെ കുറേ ഐഫോൺ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വരും. നമ്മളെ വീടെടുക്കാണ്ട് വന്നിരിക്കുകയാണ്. 5500 രൂപയുള്ളൂ. 5G സ്മാർട്ട് ഫോൺ വേണം. 5500 രൂപയ്ക്ക് 5G സ്മാർട്ട് ഫോൺ, ഒരു 256 സ്റ്റോറേജ് വരുന്ന ഒരു നല്ലൊരു സ്മാർട്ട് ഫോൺ, ഗെയിമിംഗ് സ്മാർട്ട് ഫോണാണ് വേണ്ടത്. 5500 രൂപയ്ക്ക് ഡിസ്പ്ലേ മാറിയതേ കിട്ടുള്ളൂ. കണ്ടിട്ടില്ലേ? എന്തിട്ടി അതിന് 500 ഫോൺ വേണം. ഇതൊക്കെ പറഞ്ഞാൽ 6 രൂപ റേഞ്ച് ഉണ്ട്, പക്ഷേ 5G അല്ല. അപ്പം നമുക്ക് ഇത് 5G ആണ്, പക്ഷേ 7 ഉണ്ട്. നമ്മളെ ബഡ്ജറ്റ് 500 സെറ്റ് എടുക്കണം. അതാണ് എന്താ ആപ്പ് 5G സ്മാർട്ട് ഫോൺ 500 5G എടുക്കണം. കിട്ടും. പിന്നെ ഇവിടെ വന്നാൽ കിട്ടാത്ത ഫോൺ എന്താ? ഇല്ല, എൻ്റെ അടുത്തില്ല 5G സ്മാർട്ട് ഫോൺ ഒന്നും ഇല്ല. ഇവിടെ ഇല്ല. കാക്ക മനസ്സ് വെച്ചാൽ കിട്ടാത്ത ഫോൺ ഇവിടെ ഇല്ല. അങ്ങനെ നമ്മൾ കാക്ക മനസ്സ് വെച്ചാൽ കിട്ടാത്ത ഫോൺ ഇവിടെ ഇല്ല. നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പോഴല്ല, നമ്മൾ എന്നും അല്ല, ഞാൻ പറയാറുണ്ട്. ഇപ്പം സാധനം വരുന്നില്ല, നമ്മുടെ അടുത്തും കുറവാണ്. ആരെങ്കിലും കയ്യിലേക്ക് ഉപയോഗിക്കാതെ കിടക്കുന്ന ഫോണുകൾ കാണുമല്ലോ. മുമ്പ് അയച്ചു തരും. ഒരുപാട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഈ വീട്ടിൽ ഉപയോഗം ഇല്ലാതെ കിടക്കുന്ന ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു തന്നു കഴിഞ്ഞാൽ അവർ പൈസ കൊടുക്കാം. ആ സെറ്റിൻ്റെ ഡിസ്പ്ലേ ഇല്ലാതെ ഇതേപോലെ പൊട്ടിയ കിടക്കുന്ന സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ അതെടുത്ത് അയച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങളെ പ്രൂഫ് കൂടെ വാങ്ങിക്കും. ഇന്നല്ലേ പ്രൂഫ് വാങ്ങിക്കണ്ടേ? പിന്നെ പ്രൂഫ് വാങ്ങിക്കും. നിങ്ങൾ ആരെങ്കിലും അയച്ചു തന്നു കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും സാധാരണ ആൾക്കാർക്ക് ഒരു കുറഞ്ഞ ഡിസ്പ്ലേ ഇട്ടോ അല്ലെങ്കിൽ നല്ലൊരു ഡിസ്പ്ലേ ഇട്ട് ഡിസ്പ്ലേയുടെ ക്യാഷ് മാത്രമേ ഞാൻ വാങ്ങിക്കുള്ളൂ. ഡിസ്പ്ലേയുടെ ക്യാഷ് വാങ്ങിക്കാതെ കൊടുക്കാൻ പറ്റൂ? അത്രമാത്രം പണമുള്ളവരൊന്നല്ല. അപ്പോൾ നിങ്ങൾ തരുന്ന ഒരു സെറ്റിന് ആ ഒരു എമൗണ്ട് ഇട്ട് ഡിസ്പ്ലേയുടെ എമൗണ്ട് ഇട്ട് ചെറിയ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു 5G അല്ലെങ്കിൽ 4G സ്മാർട്ട് ഫോൺ ആർക്കെങ്കിലും കിട്ടും. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ചുമ്മാ ഉപയോഗം ഇല്ലാതെ ഏതെങ്കിലും ഫോൺ കിടക്കുകയാണെങ്കിൽ എൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ എല്ലാം താഴെ ഉണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ പോലെ. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടിച്ചാൽ മാത്രം മതി. പേര്, നമ്പർ, അഡ്രസ്സ് എല്ലാം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇതാണ് നമ്മൾ ചങ്ക് സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ 5G സ്മാർട്ട് ഫോൺ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്. ഇപ്പോൾ രണ്ടെണ്ണം കാണിച്ചില്ലേ? ഇതൊക്കെ നോക്ക്. 5G അല്ല, 4G സ്മാർട്ട് ഫോൺ ഇപ്പോൾ എപ്പോഴും കിട്ടത്തില്ല. ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് തന്നെ നമുക്ക് തരുന്ന ഓഫറുകളാണ് ഈ 5000 രൂപയ്ക്ക് 5G സ്മാർട്ട് ഫോൺ, 1000 രൂപയ്ക്ക് 5G സ്മാർട്ട് ഫോൺ. ഇവരെല്ലാം നമ്മളെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് തരുന്ന ഓഫറാണ്. അല്ലാതെ നമുക്കൊരു ഷോപ്പുകാരും ഇങ്ങനെയൊന്നും ഓഫർ ഒന്നും തരുന്നില്ല. വീണ്ടും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ലൊരു ഓഫർ നമുക്ക് ഇതേപോലെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മളെ മറ്റുള്ള വ്യൂവേഴ്സിന് നല്ല കുറഞ്ഞ റേറ്റിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ വാങ്ങാനിരിക്കുന്നവർക്ക് അതൊരു ഉപയോഗപ്പെടില്ലടാ. പിന്നെ അപ്പോൾ നിങ്ങൾ എന്നെ സഹായിക്കണം. അല്ലാതെ ഞാൻ മന്ത്രം ചെയ്തെടുക്കാനൊന്നും എൻ്റെ ഇല്ലെന്നില്ല. വരുമ്പോൾ ആളുകൾ ഓരോരുത്തർ വരുമ്പോൾ അവർക്ക് 5G സ്മാർട്ട് ഫോൺ ഒരു 5 പേരെങ്കിലും വരും. 5G സ്മാർട്ട് ഫോൺ അവർക്ക് വേണ്ടത്. 256 സ്റ്റോറേജ് വേണം, 8GB റാമോ 12GB റാമോ വേണം. ഏറ്റവും കുറഞ്ഞ സെറ്റ് വിലയും കുറവായിരിക്കണം. 1000 രൂപയ്ക്ക് കിട്ടിയാൽ കൊള്ളാന്ന് പറഞ്ഞാണ് ഇവ നിൽക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 1000 രൂപയ്ക്ക് 5G കിട്ടിയ അപ്പോഴും ഞാൻ കൊണ്ടുപോകും. 5G സ്മാർട്ട് ഫോൺ ആയിരിക്കണം. 5G സ്മാർട്ട് ഫോൺ അല്ല, ഇപ്പം അതിന് കൂട്ടിയതോ കുറഞ്ഞതോ അല്ല പെർഫോമൻസ് ഉള്ള ഒരു ഫോൺ 1000 രൂപ കിട്ടിയാണെങ്കിൽ 1000 രൂപ കിട്ടിയാണെങ്കിൽ എടുത്തിട്ട് പോകണ്ട. ഒരുപാടുണ്ട്. മുമ്പൊക്കെ ഒരാളുണ്ട് ഇവിടെ, എൻ്റെ വീട് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കും. 1000 രൂപ വീട് ഇട്ടാൽ അവൻ ഇവിടെ നിൽക്കും. ഫോൺ 1000 രൂപ ഫോൺ പുള്ളിയൊന്നും ഇപ്പോൾ കാണാമല്ലോ. ഒരുപാട് ഫോണൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. നമുക്ക് മാത്രമല്ല എത്ര ഫോണിലായിരിക്കും. ഇപ്പോൾ ഐഫോൺ ഉണ്ട് കേട്ടോ. ഐഫോൺ എങ്ങനെയാണ്? ഐഫോൺ വാങ്ങാമോ? ഐഫോൺ വാങ്ങുമ്പോൾ കുറച്ച് നോങ്ങുവാണ്. എൻ്റെ ഒരു സാധനം ഉണ്ട്, 11 ഉണ്ട്, 6s ഉണ്ട്. പക്ഷേ ഒന്ന് നോക്കി വാങ്ങണം. അപ്ഡേറ്റ് ഇല്ലാത്തതൊന്ന് ഐഫോൺ ഒന്ന് വാങ്ങി ഉപയോഗിച്ചോളാം. അപ്ഡേറ്റ് ഉള്ളതാണ്. മുട്ടായ സാധനം ഇരിക്കുന്നത്. ഇഷ്ടപ്പെട്ടു. ബട്ട്
നമ്മളെ ബഡ്ജറ്റ് അനുവദിക്കുന്നത്. അത് പുതിയ പീസാണ്, സ്റ്റിക്കറൊക്കെ ഉണ്ട് സൈഡിൽ. 82 BH ഉണ്ട്, പിന്നെ സ്റ്റോറേജ് 128 ആണ്. നല്ല മുട്ടായി സാധനം. സ്റ്റിക്കറൊക്കെ നോക്കി അതന്നെ, വേറെ സ്ക്രാച്ചോ കാര്യങ്ങളായിട്ടൊന്നും പറയാനില്ല. ഡിസ്പ്ലേ വേറെ ഒരു കുഴപ്പമില്ല, ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഡിസ്പ്ലേ ബാറ്ററി എല്ലാം ഒറിജിനൽ ആണ്, പൊളിച്ച് പണിത പീസ് ഒന്നുമല്ല, ക്ലീൻ പീസാണ് സാധനം. ഒരു ഡെൻറ്റോ സ്ക്രാച്ചോ അങ്ങനെ ഒന്നുമില്ല ഇതിൽ. ആ സ്റ്റിക്കർ ഒട്ടിച്ച സ്റ്റിക്കർ പോയതിൻ്റെ അത് മാത്രമേ ഉള്ളൂ കുറച്ച്. പിന്നെ ഒരു 9,000 രൂപയ്ക്ക് മുടക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു 12,000 രൂപ മുടക്കി 5G സ്മാർട്ട് ഫോണിൽ ഒരു 9,000 രൂപയ്ക്ക് ഒരു 8-9 മാസം വാറണ്ടി ഉള്ള 5G സ്മാർട്ട് ഫോൺ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും വിളിക്കാമേ. കൂടുതൽ ബോക്സ് പീസാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. ഇപ്പോൾ പിന്നെ ഏതോ വീഡിയോ ഒക്കെ വന്നെന്ന് പറഞ്ഞു കേട്ടോ, നമ്മളെ കയ്യിൽ നിന്ന് എടുത്തൊരു ഫോൺ ഇതേപോലെ ഒരു 5,500 രൂപയ്ക്ക്. ഞാൻ എങ്ങനെ പോയി ഇവിടെ 1000 രൂപ തൊട്ട് 9,000 രൂപ പറഞ്ഞാൽ 10-15 പീസെങ്കിലും എടുത്തിട്ടുണ്ടോ? ഒരു കുഴപ്പമില്ല, അല്ല കിടിലൻ സാധനങ്ങളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരുപാട് എടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഈ വെളിയിൽ നിന്ന് ചില ആൾക്കാർ നമ്മൾ ഏത് സെറ്റ് കൊടുത്തെന്ന് പറയാൻ പറ്റൂല. ഇതേപോലെ ഒരു പരാതി എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞതല്ല, ഇതേപോലെ ഒരു പരാതി വന്നു, ഇതേപോലെ നമ്മളെ എടുത്തു 5,000, അതും മൊത്തം 20,000 രൂപയുടെ സെറ്റ് 5,000 രൂപയ്ക്ക്, ഡിസ്പ്ലേ എല്ലാം പക്ക. അങ്ങനെ നമ്മൾ കൊടുക്കൂല ഒന്നാമത്തെ ദിവസം. പക്ഷെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും, ഏതെങ്കിലും സെറ്റ് 5,500 രൂപയ്ക്ക് കൊടുത്തിട്ടുണ്ടാവും. ഇതേപോലെ അവർക്ക് സൈബർ സെല്ലിൽ നിന്ന് കോൾ വന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഏത് IME, ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന ഫോണെല്ലാം നമ്മളോട് ബുക്കിൽ എഴുതി വയ്ക്കാറുണ്ട്, ഫുൾ അഡ്രസ്സ് പ്രൂഫ്. ഞാൻ ഇന്നലെ എടുത്ത ഫോണുകളും പ്രൂഫ് വാങ്ങിക്കും. അപ്പോൾ നമ്മൾ IME കറക്റ്റായിട്ട് കിട്ടിയാൽ ആരാണ് കൊണ്ടുവന്നത് നമുക്കറിയാം. അത് IME ഇല്ല. നമ്മൾ കൊടുക്കുന്ന എല്ലാ ഫോണുകളും IME ഇവിടെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ എന്നിട്ട് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ IME ഉണ്ടോ, IME നമ്പർ ഉണ്ടെങ്കിൽ അയച്ചതാ, നമുക്ക് ആരാണെന്ന് കണ്ടുപിടിക്കാം, ആരാണ് തന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ തരുന്നവരുടെ, എൻ്റെ ഈ ഷോപ്പിൽ തന്നെ 3-4 പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അവരിൽ ആരാണ് തന്നതെന്ന് കണ്ടുപിടിക്കാം. നിങ്ങൾ കറക്റ്റായിട്ട് IME, നിങ്ങൾ ആര് വിളിച്ചാലും നമ്മുടെ ഫോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ IME നമ്പർ എടുക്കാൻ പറ്റുമല്ലോ. *#06# അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ IME നമ്പർ കിട്ടും. ആ IME നമ്പർ വാട്സപ്പ് ചെയ്താൽ ഞാൻ നമ്മുടെ ഷോപ്പിൽ നിന്നാണ് എടുത്തെങ്കിൽ നമുക്ക് അതിന് നഷ്ടപരിഹാരം എന്തുവേണമെങ്കിലും ചെയ്യാം. ആ ഒരു പ്രൂഫ് തരാൻ അവരില്ല. 5,500 രൂപയ്ക്ക് ഞാൻ അവരെനിക്ക് അയച്ചു തന്നിട്ടുണ്ട്, അത് ഉറപ്പാണ്. 5,500 അവരെനിക്ക് നല്ല പിള്ളേരൊക്കെ ഒളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 5,500 രൂപയ്ക്ക് ഞാൻ അവർക്ക് സെറ്റ് കൊടുത്തിട്ടുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഇവർ വിളിച്ച സെറ്റാണോ കൊടുത്തതെന്ന് എനിക്ക് എന്താണ് ഉറപ്പ്? ആ ഉറപ്പ് എനിക്ക് ഓർമ്മയെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ IME നമ്പർ കറക്റ്റ് എടുക്കണം. ഞാൻ എടുത്ത് ഒരുപാട് വർഷം ചോദിച്ചു, മക്കളെ നിങ്ങൾ അതിൻ്റെ IME നമ്പർ എങ്ങനെ അറേഞ്ച് ചെയ്താൽ. ഇത്ര ആളുകൾ എൻ്റെ ഫോൺ ഉണ്ടെന്ന് തന്നെ മൊത്തം എഴുതി വാങ്ങിച്ചിട്ടാണ് കൊടുത്തത്. നിങ്ങൾ എത്ര പ്രാവശ്യം വന്നാലും ഏതൊക്കെ ഫോൺ ഉണ്ടെന്നാലും ഞാൻ പ്രൂഫ് വാങ്ങിക്കും. എല്ലാവരും ചോദിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും തന്നില്ല, അത് പറ്റൂല. ഏത് പ്രാവശ്യം ഫോൺ എടുത്താലും വാങ്ങിയാലും ഞാൻ എൻ്റെ പ്രൂഫ് ആർക്ക് എല്ലാം എഴുതി വെച്ചിട്ട് ഞാൻ ഇവിടെ നാളെ വിടുള്ളൂ. കസ്റ്റമർ ഉണ്ട് ഗൈസ്, നമ്മൾ പ്രതീക്ഷിച്ചിങ്ങനെ കസ്റ്റമർ വന്നോട്ടി.